അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് കേവലം ഒരു പേപ്പറാണ്. ഈ പേപ്പറുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വ്യവഹാരങ്ങളിലൊക്കെ അനിവാര്യതയാണ്. നമ്മുടെ ഉദ്യോഗ മണ്ഡലങ്ങളിലായാലും നമ്മുടെ ഏത് മേഖലയിലായാലും പേപ്പർ നമുക്ക് ആവശ്യമാണ്. ഈ പേപ്പറിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വായിച്ചാലോ, ബന്ധങ്ങളായിട്ടൊന്ന് വായിക്കാം. ഈ ബന്ധങ്ങളാകുന്ന ഈ മനോഹരമാകുന്ന പേപ്പറിനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുകയോ ക്രംബിൾ ചെയ്യുകയോ ചെയ്താൽ പിന്നെ ആ ബന്ധത്തിൻ്റെ സൗന്ദര്യം നമുക്ക് പിന്നീട് തിരിച്ച് കിട്ടൂല. ആ ഒരു ചന്തം നമുക്ക് കിട്ടൂല. നമുക്ക് നോക്കല്ലേ, ഇതാ നല്ലൊരു പേപ്പറാണ്, ബന്ധങ്ങളാണ്. നമ്മളൊന്ന് ചുരുട്ടി ഒന്ന് ക്രംബിൾ ചെയ്തു ശേഷം ഒന്ന് നിവർത്തി നോക്കുക, എന്താ അവസ്ഥ നോക്കുക. ഞാൻ ആദ്യം കാണിച്ചൊരു ഭംഗി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി നമ്മളിത് അയേൺ ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ പഴയ ഭംഗി കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. ട്രൈ ടു ബി ലൈറ്റ് ഇൻ ദി പാത്ത് ഓഫ് അതേഴ്സ്. നമുക്ക് കിട്ടിയ ബന്ധങ്ങളിലൊക്കെ അല്പം ഒന്ന് വെളിച്ചം വിതറാൻ ശ്രമിക്കുക. ഇങ്ങനെ ചുളുങ്ങിപ്പോയ ബന്ധങ്ങൾ ആർക്കും വേണ്ടി വരില്ല എന്നേ. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ഒരിക്കലും ബന്ധങ്ങൾ മുറിക്കുന്നവരാകരുത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ സിയാറത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ചെറിയൊരു ഹദിയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വാക്കാലോ പ്രവർത്തിയാലോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അഹമ്മദെ പൊരുത്തപ്പെടണം കേട്ടോ, അബൂബക്കറെ മാഫാക്കണം കേട്ടോ, ഖദീജത്താത്ത ക്ഷമിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാപ്പ് വയ്ക്കാറുണ്ട്. കാരണം ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുന്നവനാകണം. ഉംറ സ്വീകരിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് 8 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ അവിടെ പോയി കാഴ്ബയുടെ കില്ല പിടിച്ചിട്ട് വടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് പറഞ്ഞ് വിങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ നന്മകളുടെ മുകളിലാണ് ബന്ധങ്ങൾക്കുള്ള സ്ഥാനം. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മളാ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാതെ, കുടുംബങ്ങളിൽ വാപ്പാരോടും മിണ്ടാതെ ഉമ്മാനോടും മിണ്ടാതെ എത്ര തലകുത്തി മറിഞ്ഞാലും നിസ്കാരത്തടമ്പിന് 15 സെന്റിമീറ്റർ വലിപ്പം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നിസ്കരിച്ച് നിസ്കാരത്തടമ്പ് ഇങ്ങനെ കറുത്തു പോയിട്ടും കാര്യമില്ല. മുസല്ല കണ്ണുനീര് കൊണ്ട് കുതിർന്നിട്ടും കാര്യമൊന്നുമില്ല. ബന്ധങ്ങൾക്ക് എപ്പോഴും മഹത്വം കൽപ്പിക്കണം, പവിത്രത കൽപ്പിക്കണം, അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ കഴിയണം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടൻ ട്രീയുടെ ഒരു കാര്യം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. കാരണം അത്രമേൽ മഹത്വമുള്ള കാര്യമാണ്. ആ കുടുംബബന്ധം പരിപൂർണമായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ വലിയ പ്രതിഫലത്തിന് അർഹനാണ്. അവൻ്റെ നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും മറ്റുള്ള സൽക്കർമ്മങ്ങളിലും സ്വതക്ക മറ്റുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ കുടുംബത്തിനെ പരിപാലിക്കുന്നതിലൂടെ അവയെല്ലാം പരിഹരിക്കപ്പെടും എന്നും കൂടിയാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് പരിപാലിച്ച് കൊണ്ടുപോവുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്.